ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച. മത്തായി 16:13 മുതൽ 23 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ആഫ്രിക്കൻ മിഷണറി യോഹന്നാൻ്റെ സുവിശേഷം സോങ്ഹായ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയായിരുന്നു. വിശ്വസിക്കുക എന്ന വാക്ക് വിവർത്തനം ചെയ്യാൻ സോങ്ഹായ് ഭാഷയിലെ ഒരു വാക്ക് മിഷണറിക്ക് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അതെങ്ങനെ വിവർത്തനം ചെയ്യണമെന്ന് അദ്ദേഹം ഒരു തദ്ദേശീയ ആഫ്രിക്കക്കാരനോട് ചോദിച്ചു. അല്പം ചിന്തിച്ചതിന് ശേഷം ആ തദ്ദേശീയൻ പറഞ്ഞു, വിശ്വസിക്കുക എന്ന വാക്ക് ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് വിവർത്തനം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന്. ഇതിനേക്കാൾ മെച്ചമായ ഒരു വിവർത്തനം പ്രയാസമാണ്. ദൈവം ഒരു ഭൗതിക ശബ്ദത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നില്ല, പിന്നെയോ ആത്മീയ ശബ്ദത്തിലൂടെയാണ് യേശുനാഥൻ നമ്മോട് സംസാരിക്കുന്നത്. കാതുകൾക്ക് കേൾക്കാൻ കഴിയുന്ന ഭൗതിക വാക്കുകളിലൂടെയല്ല, പിന്നെയോ സ്നേഹമുള്ള ഒരു ഹൃദയത്തിന് മാത്രം കേൾക്കാൻ കഴിയുന്ന ആത്മീയ വാക്കുകളിലൂടെയാണ് അവൻ നമ്മോട് സംസാരിക്കുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവല്ലാതെ മറ്റൊരാളും നിനക്ക് ഇത് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പത്രോസിനോട് യേശു പറഞ്ഞപ്പോൾ ഇതാണ് ഉദ്ദേശിച്ചത്. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തെ എടുത്തു കാണിക്കുന്നു. ആളുകൾ യേശു ആരാണെന്ന് പറയുന്നെന്ന ചോദ്യത്തിന് ശിഷ്യന്മാരുടെ വൈവിധ്യമാർന്ന പ്രതികരണങ്ങൾ, പിന്നീട് പത്രോസിൻ്റെ ഏറ്റുപറച്ചിൽ, ഇത് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ശിഷ്യന്മാരുടെ വർദ്ധിച്ചു വരുന്ന ഗ്രാഹ്യം വെളിപ്പെടുത്തുന്നു. ദൈവിക വെളിപ്പെടുത്തലാൽ പ്രേരിതനായ പത്രോസിൻ്റെ ഏറ്റുപറച്ചിൽ സഭയിലെ ഒരു അടിസ്ഥാന വ്യക്തിയായി അദ്ദേഹത്തെ സ്ഥാപിക്കാൻ ഇടവരുത്തുന്നു. രാജ്യത്തിൻ്റെ താക്കോലുകൾ യേശു പത്രോസിനെ ഏൽപ്പിക്കുന്നു. കെട്ടാനും അഴിക്കാനുമുള്ള അധികാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. സത്യം വിവേചിക്കുന്നതിലും വിശ്വാസികളെ നയിക്കുന്നതിലും സഭയുടെ പങ്കിനെ അത് പ്രതിനിധീകരിക്കുന്നു. യേശുവിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തോടുള്ള യേശുവിൻ്റെ പ്രാരംഭ പ്രതികരണം ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും പാത സ്വീകരിക്കുന്നതിന് പകരം ലൗകിക പ്രതീക്ഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു പ്രവണതയെ വെളിപ്പെടുത്തുന്നു. ഇത് യേശുവിൻ്റെ ശക്തമായ ശാസനയിലേക്ക് പത്രോസിനെ നയിക്കുന്നു. യഥാർത്ഥ ശിഷ്യത്വത്തിൽ ദൈവഹിതം സ്വീകരിക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും അത് ആവശ്യമാണ്. യേശുവിനെക്കുറിച്ചുള്ള സ്വന്തം ഗ്രാഹ്യം പരിശോധിക്കാനും ആത്മത്യാഗത്തിനും സേവനത്തിനുമുള്ള ആഹ്വാനം ഉൾപ്പെടെ അവൻ്റെ പഠിപ്പിക്കലുകൾക്കനുസൃതമായി ജീവിക്കാനും ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയാനും അവയുടെ പ്രവൃത്തികളെ അവൻ്റെ പഠിപ്പിക്കലുകളുമായി യോജിപ്പിക്കാനും ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു. ക്രിസ്തു എന്ന നിലയിൽ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് സഭ കെട്ടിപ്പടുത്തിരിക്കുന്നതെന്ന് ഈ ഭാഗം ഊന്നി പറയുന്നു. ഈ വിശ്വാസം കേവലം ഭൗതിക സമ്മതമല്ല, മറിച്ച് ഒരാളുടെ മുഴുവൻ ജീവിതത്തെയും രൂപപ്പെടുത്തുന്ന ഒരു പ്രതിബദ്ധതയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവിൻ്റെ സ്വഭാവം, ശിഷ്യത്വത്തിൻ്റെ വില,
യേശുവിലൂടെ വെളിപ്പെടുത്തിയതും വിശ്വാസത്താൽ ശാക്തീകരിക്കപ്പെട്ടതുമായ ദൈവഹിതവുമായി ഒരാളുടെ ജീവിതം പൊരുത്തപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള ഒരു ആഴമേറിയ പഠനമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുവിൻ്റെ വ്യക്തിത്വവും ദൈവത്വവും യഥാർത്ഥമായി അംഗീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.